നമ്മൾ ചെയ്തതൊന്ന് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറേ നേരത്തെ പരിശ്രമത്തിന് ശേഷം ഒരു ഇവിടെ കണ്ടോ നമ്മൾ 220K ഒരു റെസിസ്റ്റർ ഇതാ കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല. ഞാനിപ്പം ഇങ്ങോട്ട് എത്തിച്ചേരാം. കണ്ടോ ഈ ഫോണിൻ്റെ ലൈറ്റ് ഉള്ളതുകൊണ്ടാണ് ഇപ്പം ഇത് കത്താത്തത്. ഇതിപ്പം പകലാണല്ലോ, ലൈറ്റ് കാണുമ്പം പകൽ. അതായത് റെസിസ്റ്റർ ഉണ്ടോ ഈ ഒരു 1K റെസിസ്റ്റർ 1K ആക്കിയിട്ട് നമ്മൾ 220K റെസിസ്റ്റർ ആക്കിയിട്ടുണ്ട്. പിന്നെ 24K റെസിസ്റ്ററൊക്കെ നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട്. എന്നിട്ട് റെസിസ്റ്ററിനെ കുറിച്ചിട്ടും നമ്മളൊരു ഇത് എനിക്ക് റെസിസ്റ്ററിനെ കുറിച്ചിട്ട് അധികം അറിവൊന്നും ഇല്ലാത്ത ഒരാളാണ് ഞാൻ. പിന്നെന്താ വെച്ചാൽ ഞാനിപ്പോൾ റെസിസ്റ്ററിനെ കുറിച്ച് അറിവില്ലാത്ത ആളായിട്ടും ഞാനിതൊന്ന് എങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ ഗൂഗിളിൽ നോക്കിയിട്ടാണ്. പിന്നെ ഞാൻ ചെയ്യുന്നത് വെച്ചാൽ ഇതൊന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കും, അങ്ങനെയുണ്ട് കഴിച്ചു. പിന്നെ നമ്മളിതാ ഇവിടെ സ്വിച്ച് ഇടാണ്. നമ്മളിപ്പോൾ ഇമ്മഴാണ് ഫോൺ വെക്കുന്നത്, നമ്മൾ ഫോൺ വെക്കും. ഇവിടെ സ്വിച്ച് ഇടാൻ ഒരു ഇതുമില്ല. അപ്പോൾ അവിടെ LDR ഉണ്ട്. അപ്പം ഇതെങ്ങനെ സംഭവം എങ്ങനെയാണെന്ന് വെച്ചാൽ കണ്ടാ ഞാനിപ്പോൾ ഈ ട്യൂസർ വെച്ച് ഇതാക്കുമ്പോൾ ഇതാവില്ല. കാരണം ഇതിൻ്റെ കളർ കണ്ടില്ലേ, ഈ ഒരു കളറാണ്. അതായത് ആ കളറിൽ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം ഇതാവില്ല. പക്ഷെ ഞാൻ എന്തായാലും തുണി വെച്ചിട്ട് ഇതിൻ്റെ മുകളിലൊക്കെയാണ് കണ്ടോ ഇപ്പം പൂർണ്ണമായിട്ട് ഇത് കത്തുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ വെട്ടം ഓഫാക്കാം. കുറച്ചൊക്കെ ഇത് കത്തുന്നുണ്ട്. പിന്നെ ഈ ഒരു വട്ടം ഉണ്ടല്ലോ, ഇതിൻ്റെ വട്ടം നമുക്ക് ഇതിൻ്റെ അടുത്ത് കൊണ്ടുവരുമ്പോൾ അതിൻ്റെ അടുത്തോട്ട് കൊണ്ടുവരുമ്പോൾ ഇത് വർക്ക് ആവുന്നില്ല. ലൈറ്റ് വർക്കാവാത്തത് കാണാൻ പറ്റും. അവിടെ അമർത്തി പിടിച്ചപ്പോൾ ഇത് കാണാൻ പറ്റും കത്തുന്ന. നമുക്ക് വട്ടം ഓണാക്കാം. ഇപ്പോൾ ഇത് പൂർണ്ണമായിട്ട് ഓഫായി. ഇത് നമുക്ക് AC ബൾബിൽ ചെയ്യാൻ പറ്റുന്നതാണ് പറഞ്ഞത്. നമുക്ക് അങ്ങനെ ചെയ്ത് നോക്കണമെന്നുള്ള ഇതിലാണ് ഞാൻ. കാരണം മോസ്ഫെറ്റൊക്കെ കത്തിപ്പോയാൽ പിന്നെ നമുക്ക് AC ബൾബിൽ ചെയ്യാൻ പറ്റുമെന്ന് ഇത്രയും നമ്മൾ ഗൂഗിളിൽ നോക്കിയിട്ടാണ് നമുക്ക് ഇത് നിങ്ങളിലോട്ട് എത്തിച്ചത്. പിന്നെ യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് ഉണ്ട് നമ്മൾ എങ്ങനെ AC ബൾബിലൊക്കെ ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് അറിയില്ല. അപ്പം നമുക്ക് നോക്കാം AC ബൾബിൽ എങ്ങനെ നോക്കാം.